മലപ്പുറം തിരൂർ പുതിയങ്ങാടി പള്ളിയിൽ നേർച്ചയ്ക്കിടെ ആന ആക്രമിച്ചയാൾ മരിച്ചു. ഏഴൂർ പൊറ്റച്ചോലപ്പടി കൃഷ്ണൻകുട്ടിയാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. ഗുരുതര പരിക്കുകളോടെ അദ്ദേഹം കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, മലപ്പുറം തിരൂർ പുതിയങ്ങാടി പള്ളിയിലെ നേർച്ചയ്ക്കിടെ ആന പ്രകോപിതമാകുന്നതും ഇദ്ദേഹത്തെ തുമ്പിക്കൈയാൽ തൂക്കിയെറിയുന്നതുമൊക്കെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളായി തന്നെ നമ്മൾ കണ്ടതാണ്. നിർഭാഗ്യവശാൽ പരിക്കേറ്റയാൾ മരിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ രോഹിണി, 4 ദിവസം മുൻപാണ് മലപ്പുറം തിരൂരിന് സമീപത്തെ പുതിയങ്ങാടിയിൽ പള്ളിയിലെ നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞത്. ഈ സമയത്ത് ഇടഞ്ഞ ആന ഒരാളെ ആക്രമിച്ചിരുന്നു. പൊറ്റത്തപ്പടി ഏഴൂർ സ്വദേശി പൊറ്റത്തപ്പടി കൃഷ്ണൻകുട്ടി എന്ന ആളെയാണ് ആക്രമിച്ചത്. കാല് എടുത്ത് തുമ്പിക്കൈ കൊണ്ട് കാലെടുത്ത് ചുഴറ്റി എറിയുകയായിരുന്നു. പിന്നീട് ഗുരുതര പരിക്കേറ്റ അയാൾ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെന്റിലേറ്ററിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെയാണ് ഏകദേശം 11:30-യോടെയാണ് ഇയാൾ മരിച്ചത്. 65 വയസ്സായിരുന്നു. ഈ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. പക്ഷേ മറ്റുള്ളവരുടെ പരിക്കുകളൊന്നും തന്നെ സാരമുള്ളതായിരുന്നില്ല. 2 പേരുടെ പരിക്കും, ഇദ്ദേഹത്തിന്റെ പരിക്കും മറ്റ് 2 പേരുടെയും പരിക്കായിരുന്നു. അല്പം ഗുരുതരം. മറ്റു 2 പേരും ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ കൃഷ്ണൻകുട്ടി മരിച്ചിരിക്കുന്നു. നിരവധി അപ്രതീക്ഷിതമായാണ് ഈ ആന ഇടഞ്ഞത്. നിരവധി ആളുകളാണ് ഈ സമയത്ത് ഉത്സവ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ഏകദേശം വരിവരിയായി നിൽക്കുന്ന ആന അപ്രതീക്ഷിതമായി പെട്ടെന്ന് പ്രകോപിതനായി ഇയാളെ ആക്രമിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഏകദേശം 1.5 മണിക്കൂറെടുത്ത് പാപ്പാന്മാർ ആനയെ നിയന്ത്രിക്കുകയായിരുന്നു, തളയ്ക്കുകയായിരുന്നു. പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഈ ഒരു പള്ളി നേർച്ചയ്ക്കിടെ ഇടഞ്ഞത്. ഇന്ന് രാവിലെ എന്തായാലും ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. രോഹിണി. ശരി, ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.